മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രൈസ്തവ ലോകം ഇന്ന് ദുഃഖവെള്ളി ആചരിക്കുകയാണ്. നമ്മളേറെ ആദരവോടും ബഹുമാനത്തോടും കൂടി ഓർമ്മിക്കുന്ന ദിനമാണ് ദുഃഖവെള്ളിയാഴ്ച. നമ്മുടെ കർത്താവായ ഈശോ തൻ്റെ ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച ദിനമാണിന്ന്. എല്ലാ ഇടവകളിലും പറ്റുന്നിടത്തോളം ആളുകളെല്ലാം ദേവാലയത്തിൽ വന്ന് കുരിശിനെ വന്ദിക്കുന്ന ദിനമാണ്. ദൈവത്തിന്റെ സ്നേഹം കവിഞ്ഞൊഴുകിയ ദിനം, അതാണ് ദുഃഖവെള്ളി എന്ന് പറയാം. പിതാവ് തന്റെ ഏകജാതിനെ നമുക്ക് രക്ഷകനായി തന്ന് ആ ഏകജാതിന് ബലി അർപ്പിച്ച ദിവസം, അതാണ് ദുഃഖവെള്ളിയാഴ്ച. നമുക്ക് പ്രാർത്ഥനാപൂർവം ആരാധന മനസ്സോടുകൂടി ഈ ദിവസത്തെ ഓർക്കാം, അനുസ്മരിക്കാം. പ്രിയമുള്ളവരെ, ദുഃഖവെള്ളിയുടെ സന്ദേശം നൽകുവാനായി എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ എന്ത് പറയണമെന്ന് ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഒന്നൊന്നര ദിവസം ഞാൻ അതേപ്പറ്റി ധ്യാനിച്ചു, പ്രാർത്ഥിച്ചു. എന്റെ മനസ്സിൽ വന്ന ഏതാനും ചിന്തകൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദുഃഖവെള്ളി ദൈവത്തിന്റെ സ്നേഹത്തെയാണ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വേദപുസ്തകം മുഴുവൻ ദൈവ സ്നേഹത്തിന്റെ ചിത്രീകരണം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിതാവായ ദൈവം തന്റെ ഏകജാതിനെ ഈ ഭൂമിയിലേക്ക് അയച്ച സംഭവം, മനുഷ്യാവതാരം, ക്രിസ്മസ്, നമ്മളേറെ സന്തോഷത്തോടെ സ്മരിക്കുന്ന ദിനമാണ്. യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ 1 യോഹന്നാൻ 2-ാം അധ്യായത്തിലും 5-ാം അധ്യായത്തിലും ദൈവം നൽകുന്ന വാഗ്ദാനത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. ആ വാഗ്ദാനം ഇതാണ്: നിത്യജീവനാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന വലിയ സമ്മാന, വലിയ വാഗ്ദാനം. തൊട്ടു പിന്നാലെയുള്ള വാചകത്തിൽ പറയും, ഈ നിത്യജീവനാകട്ടെ കർത്താവായ ഈശോയിലാണ് അടങ്ങിയിരിക്കുന്നത്. പിതാവായ ദൈവം തന്റെ മകൻ, തന്റെ ഏകജാതൻ കർത്താവായ ഈശോ ഭൂമിയിലേക്ക് അയച്ചത് അവരിൽ വിശ്വസിക്കുന്ന നമ്മളൊക്കെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണ്. യോഹന്നാൻ 3:16 നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തന്റെ ഏകജാതന് നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറയുക. യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായത്തിലെ 7-ാമത്തെ തിരുവചനത്താണ്: നമ്മൾ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വപുത്രനെ ബലിയർപ്പിക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം അടങ്ങിയിരിക്കുന്നത്. അവിടെ തുടങ്ങുന്ന ദൈവത്തിന്റെ സ്നേഹം. പഴയ നിയമത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയായി ദൈവസ്നേഹം അറിയിച്ചിരുന്നെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ സ്നേഹം നമുക്കെല്ലാവർക്കും പ്രകടമായി തീരുകയാണ് ഈശോയുടെ ജനനത്തിലൂടെ. പ്രിയമുള്ളവർ, ഈശോയുടെ ജീവിതം മുഴുവൻ സ്നേഹത്തിന്റെ ജീവിതമായിരുന്നു. ഈശോയുടെ പ്രബോധനങ്ങൾ, ഈശോ ചെയ്ത അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ഈശോയുടെ ജീവിത ശൈലി മുഴുവൻ സ്നേഹത്തിന്റെ ആയിരുന്നു. ഏറ്റവും വലിയ കൽപ്പനയായിട്ട് അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞത് പഴയ നിയമത്തിന്റെ കൽപ്പന തന്നെയാണ്: നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുക. മർക്കോസ് 12:28 പറയുന്നുണ്ട്. നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കാനും പറയുന്നുണ്ട്. പക്ഷെ 2-ാമത്തെ കൽപ്പന ഈശോ ഒന്ന് പുതുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 15:12 യോഹന്നാൻ 13:34 ഈശോ ഈ നിയമം പുതുക്കിയിട്ട് പറയുകയാണ്: ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ. കർത്താവ് എത്രത്തോളം നമ്മളെ സ്നേഹിച്ചത് ഈ ദുഃഖവെള്ളി ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തിയാണ്. കുരിശിൽ തന്റെ ജീവൻ അർപ്പിക്കുവോളം ഈശോ നമ്മെ സ്നേഹിച്ചു. അതാണ് ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകത. അവിടുത്തെ സ്നേഹത്തിന് അവിടുന്ന് ആരെയും മാറ്റി നിർത്തിയില്ല എന്നുള്ളത് നമുക്കറിയാമല്ലോ. മലയിലെ പ്രസംഗഭാഗം വായിക്കുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, അവിടെ സൂചിപ്പിക്കുന്നുണ്ട്: കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് എഴുതപ്പെട്ടേ നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, അവരെ അനുഗ്രഹിക്കുമെന്ന് പറയുകയാണ്. വ്യത്യസ്തമായ ഒരു ജീവിതക്രമം, വ്യത്യസ്തമായ ഒരു ശൈലി, അതാണ് കർത്താവ് പഠിപ്പിച്ചത്. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം നിങ്ങൾ സ്നേഹിച്ചാൽ എന്താ ഫലം?
വിജാതിരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. കൊടുക്കുന്ന വായ്പ തിരിച്ചു കിട്ടുമെന്ന ഉറപ്പുണ്ടെങ്കിൽ കൊടുത്താൽ എന്താ കുഴപ്പം? അത് മറ്റുള്ളവരും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ല. ദുഷ്ടരുടെ മേലും ശിഷ്ടരുടെ പേരും സൂര്യനെ ഉദിപ്പിക്കുകയും മഴ പെയ്യുകയും ചെയ്യുന്ന കർത്താവിനെ പോലെ എല്ലാവരെയും സ്നേഹിക്കാനുള്ള പ്രമാണം കർത്താവ് തന്നാണ്. കുരിശിൽ കടന്നുകൊണ്ട് കർത്താവ് പിതാവ് ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ സ്നേഹത്തിന്റെ ഒരു വലിയ പാഠം നമ്മൾ പഠിപ്പിക്കായിരുന്നു. ഈശോയുടെ ജീവിതം മുഴുവൻ സ്നേഹത്തിന്റെ ജീവിതമായിരുന്നു. അവസാനം വരെയും കാൽവരിയിൽ തന്നെ ജീവൻ അർപ്പിക്കുവോളം ആ സ്നേഹം നിൽക്കുകയാണ്. എല്ലാവരെയും കർത്താവ് ഉൾക്കൊണ്ടു. പ്രത്യേകിച്ച് അധകൃതരായിട്ടുള്ളവരെ, സമൂഹം മാറ്റി നിർത്തിയവരെ, ഉപേക്ഷിച്ചവരെ, നിസ്സാരെന്ന് കരുതിയവരെ കർത്താവ് ആശ്ലേഷിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ബെത്സൈദ കുളത്തിന്റെ അരികിൽ കൂടെ പോയപ്പോൾ 38 വർഷമായി അവിടെ കിടന്നവനെ കർത്താവ് കണ്ടു, അവന് സൗഖ്യം കൊടുക്കുന്നു. നൈമിലൂടെ കടന്നു പോയപ്പോൾ ലൂക്ക് 7:13 വായിക്കുന്നുണ്ട്. വിധവയുടെ ഏക മകന്റെ ശവമഞ്ചവുമായി പോകുമ്പോൾ ആ മകനെയും വിധവയെയും കണ്ട കർത്താവിന് ആർദ്രത തോന്നി സൗഖ്യം കൊടുക്കുകയാണ്. കർത്താവിന്റെ സ്നേഹത്തിന്റെ ചിത്രമാണ്. യോഹന്നാൻ 8:1 മുതൽ 8 വരെയും പാപത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ കർത്താവിന്റെ സന്നിധിയെ കൊണ്ടുവരുമ്പോൾ നിങ്ങളിൽ പാവമില്ലാത്തവൻ അവളെ കല്ലെറിയാൻ പറഞ്ഞുകൊണ്ട് അവളെ വീണ്ടെടുക്കുന്ന കർത്താവിനെ നമ്മൾ കാണുകയാണ്. 12 വർഷക്കാലം രക്തസ്രാവം എന്ന രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടവള് എനിക്ക് അവന്റെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി ഞാൻ സൗഖ്യം പ്രാപിക്കുമെന്ന് വിശ്വസിച്ചെന്ന് അവന്റെ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ സൗഖ്യം കിട്ടിയപ്പോൾ അത് കർത്താവ് പരസ്യമാക്കിയാണ്. മകളെ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക. ഈശോയുടെ സ്നേഹം എത്രയോ പ്രിയപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു. നമ്മൾ ആയിരിക്കുന്ന നിലയിൽ മകനും മകളുമായിട്ട് കർത്താവ് എപ്പോഴും നമ്മളെ കരുതുന്നു. അത് നമ്മൾ ഓർക്കേണ്ട കാര്യം. ആ സ്നേഹത്തിന്റെ പാരമ്യമാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. സ്നേഹത്തിന്റെ പാരമ്യം, തന്നെ ബലിയർപ്പിക്കുന്ന കർത്താവ്, തന്നെ ഉപദ്രവിച്ചോട് ക്ഷമിക്കുന്ന കർത്താവ് നമ്മൾ കുരിശിൽ കാണുകയാണ്. അവസാനം തന്റെ പിതാവ് കുത്തി തുറന്നപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു എന്ന് യോഹന്നാൻ എഴുതിയിരിക്കുകയാണ്. സഭയുടെ ജന്മമാണ്. നമ്മൾ വിട്ടുപേക്ഷിച്ചു പോകാതെ നമുക്ക് വേണ്ടി സഭ സ്ഥാപിച്ചു തന്നു. തന്റെ സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി നൽകി. നമുക്ക് ശക്തിക്ക് വേണ്ടി, ചൈതന്യത്തിന് വേണ്ടി പരിശുദ്ധാത്മാവിനെ തന്ന കർത്താവായ ഈശോ. ആ സ്നേഹമൊക്കെയാണ് നമ്മൾ കുരിശിൽ ഓർക്കുന്നത്. ദുഃഖവെള്ളിയാഴ്ച ഈ സ്നേഹത്തിന്റെ വലിയ ചിത്രം നമ്മുടെ മനസ്സിലിങ്ങനെ ഉരുണ്ടുകൂടുകയാണ്. ഹൃദയമുള്ള ആർക്കും ദുഃഖവെള്ളിയെ ഓർത്ത് തമ്പുരാൻ നന്ദി പറയാതിരിക്കാൻ പറ്റത്തില്ല. ദുഃഖവെള്ളിയാഴ്ച ദിവസം നമ്മള് കുരിശും വഹിച്ച് മലയിലേക്കൊക്കെ നമ്മൾ കുരിശിന്റെ വഴി നടത്തുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോട് പറയാം, എന്നെ ഇത്രമാത്രം സ്നേഹിച്ച ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു. ഈശോയുടെ ജീവിതം മുഴുവൻ മനുഷ്യർ മക്കൾക്ക് വേണ്ടി അർപ്പിച്ചുവെങ്കിൽ നമ്മുടെ ജീവിതവും ധന്യമായി തീരുന്നത് നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുമ്പോൾ അല്ല എന്ന കാര്യം കൂടി നമുക്ക് ഓർക്കാം. ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നെങ്കിലേ അത് ഫലം പുറപ്പെടുവിക്കുകയുള്ളൂ. അഴിഞ്ഞില്ലെങ്കിൽ അത് അതേപടി ഇരിക്കുമെന്ന് യോഹന്നാൻ 12:26 വായിക്കുന്നുണ്ട്. നമ്മൾ വിശുദ്ധരായ ആളുകളൊക്കെയും തങ്ങളാകുന്ന ഗോതമ്പ് മണി അഴിയാൻ വേണ്ടി വിട്ടുകൊടുത്തവരാണ്. സഭയിൽ അനേകം രക്തസാക്ഷികൾ, സഹതാമാര്, വിശുദ്ധര് തങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി അർപ്പിച്ചവരാണ്. അപ്പൊ നമ്മുടെ ജീവിതവും ചെറുതും വലുതുമായ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കുമ്പോൾ, അർപ്പിക്കുമ്പോൾ, ശുശ്രൂഷയിലൂടെ, സ്നേഹത്തിലൂടെ അപ്പോഴാണ് ധന്യമായി തീരുന്നെന്ന് കുരിശ് ബലി അർപ്പിച്ചവനായ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, കാൽവരിയിലെ ഈ മരണം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, ഈ ദുഃഖവെള്ളി നമുക്ക് ഓർമ്മപ്പെടുത്തുന്ന മറ്റൊരു കാര്യം, ഈശോ നമ്മളെ വീണ്ടെടുത്ത് നമ്മെ സ്നേഹിച്ചും സഹനങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള, ഈശോയത്തോളം സഹിച്ച മനുഷ്യൻ ആരാണുള്ളത്? ഈശോയുടെ സഹനവും ഈശോയുടെ സ്നേഹവും മനസ്സിലാക്കിയ എല്ലാവരും തങ്ങളുടെ സഹനങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നതും ഈശോയുടെ നാമത്തെ സഹനങ്ങൾ ഏറ്റെടുക്കുന്നതും കാണാൻ കഴിയും. ഈശോ അപ്പോസ്തലന്മാരെ തന്റെ ജീവിതത്തിന്റെ കൂടെ കൂട്ടി അവരെ കൂടെ കൊണ്ടു നടന്ന് പഠിപ്പിക്കുകയായിരുന്നു. അവസാനം ജെറുസലേമിലേക്ക് പോകുന്ന നിമിഷത്തിൽ, അതാണല്ലോ അവസാനം, സുവിശേഷകന്മാരെല്ലാം ഈശോയുടെ ജീവിതത്തെ ചിത്രീകരിക്കുന്ന ഒരു യാത്രയായിട്ടാണ്. അത് ഗലീലി തുടങ്ങി, നസറത്തിൽ തുടങ്ങി, അത് ജെറുസലേമിലേക്കുള്ള യാത്രയാണ്. അവസാനം ജെറുസലേമിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ഈശോ 3 പ്രാവശ്യം തന്റെ അപ്പോസ്തലന്മാരെ ഓർമ്മപ്പെടുത്തി നമ്മൾ ജെറുസലേമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് മനുഷ്യപുത്രൻ പിടിക്കപ്പെടും, അവനെ വിധിക്കും, പക്ഷെ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും.
കർത്താവിന്റെ പിന്നാലെ കൂടിയ അപ്പോസ്തലന്മാർക്ക് ഇതൊന്നും മനസ്സിലായില്ല. ഇവന്റെ കൂടെ കൂടിയാൽ ഇവൻ സ്ഥാപിക്കുന്ന രാജ്യത്തിലെ മന്ത്രിമാരും മുഖ്യരൊക്കെ ആയിരിക്കാമെന്നുള്ള ചിന്തയിലെ കൂടെ നടന്നത്. ആ ചിന്ത ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ പത്രോസ് നിനക്ക് സംഭവിക്കരുതെന്ന് പറഞ്ഞത്. പക്ഷേ കർത്താവ് അവരെ മാറ്റി നിർത്തി ശകാരിക്കുന്നതൊക്കെ നമ്മൾ കാണും. എന്റെ കർത്താവ് എന്താ പറഞ്ഞത്? എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. ജീവൻ നിലനിർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടും. ആര് എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിന് വേണ്ടിയും ജീവൻ അർപ്പിക്കുന്നുവോ അവനത് വീണ്ടെടുക്കും. അപ്പോസ്തലന്മാർ ഈശോ പറഞ്ഞു പഠിപ്പിക്കുകയായിരുന്നു. ഈശോയുടെ കുരിശ് വഹിക്കാനല്ല ഈശോയോട് പറഞ്ഞത്, ഓരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലെ കുരിശ് ഏറ്റെടുക്കാനാണ് ഈശോ പറഞ്ഞത്. അപ്പോ സഹനത്തിലൂടെ, കുരിശിലൂടെ മാത്രമേ രക്ഷ ഉണ്ടാകുകയുള്ളൂ. ആ രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുള്ളൂ, മറ്റുള്ളവർക്കും കൊടുക്കാൻ കഴിയുള്ളൂ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി ഈശോ മാത്രം പീഡനങ്ങളിലൂടെ കടന്നുപോയി. ദുഃഖവെള്ളിയാഴ്ച നമ്മൾ ഓർക്കുന്നു. ദുഃഖവെള്ളിയാഴ്ചയുടെ തിരുക്കർമ്മങ്ങളെല്ലാം നമ്മൾ വളരെ സ്നേഹത്തോടെ, എത്രയോ താല്പര്യത്തോടെ, ശ്രദ്ധയോടെ, കരുതലോടെയാ വായിച്ചു കേൾക്കുന്നത്. ഓരോ നിമിഷവും ഈശോയുടെ പീഡനങ്ങളും വേദനകളും എല്ലാം അവിടെ പ്രതിപാദിക്കപ്പെടുന്നുണ്ടല്ലോ. ഈശോയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ എത്രമാത്രം സഹനമാണ് ഈശോയ്ക്കുണ്ടായിരുന്നത്. ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് ഈശോ എന്തുമാത്രം ക്ലേശങ്ങളായിരുന്നു. പക്ഷെ തന്റെ ജീവിതത്തിന്റെ അവസാനത്തേക്ക് വരുമ്പോൾ ആ സഹനങ്ങളും പ്രയാസങ്ങളൊക്കെ അങ്ങ് അത് വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കൂടെ കൊണ്ടു നടന്ന ശിഷ്യന്മാർ ഈശോയെ ഉപേക്ഷിച്ചു പോകുന്ന നമ്മൾ കാണുകയാണ്. അപ്പോസ്തല പ്രമുഖനായിരുന്ന പത്രോസ് ഈശോയെ അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി, തള്ളിക്കളയുകയാണ്. താൻ സ്നേഹിച്ചെന്ന് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്നു. അപ്പോസ്തലന്മാരെല്ലാം ഓടിപ്പോകുന്നു. യോഹന്നാൻ ഒഴികെ എല്ലാവരും. എത്രയോ നിസ്സഹായനായിട്ടാണ് കർത്താവ് അവസാനം കുരിശു വഹിക്കാൻ പോകുന്നത്. ആരുമില്ലാത്തവനായിട്ട്, വേദനിക്കുന്നവനായിട്ടാണ് പോയത്. തന്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരും കർത്താവിനെ ഉപേക്ഷിച്ചു പോകുന്നതായിട്ട് തോന്നുകയാണ് കർത്താവിന്. സഹനങ്ങളുടെ ആ പാരമ്യത്തിലേക്കാണ് ഈശോ വന്നത്. ഗെത്സമനേ തോട്ടത്തിൽ പ്രാർത്ഥിക്കാൻ ഈശോ ചെന്ന് പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിത്തരണമേ. അകന്നുപോയില്ല. പക്ഷെ പിതാവായ ദൈവം ആശ്വസിപ്പിക്കാനായിട്ട് മലാഖയെ അയക്കും നമ്മൾ കാണുകയാണ്. കുരിശിൽ ഈശോ കടന്ന് പ്രാർത്ഥിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു? ജീവിതകാലം മുഴുവൻ പിതാവിന്റെ ഹിതം നിറവേറ്റിയ ഈശോ ഒരു നിമിഷം ഓർത്തുപോയി, പിതാവ് പോലും എന്നെ ഉപേക്ഷിച്ചു. അവിടെ കൂടി നിന്നവർ ഈശോയെ അവഹേളിച്ചു. ഈശോയുടെ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി. എത്രമാത്രം ഈശോ സഹനത്തിലൂടെ കടന്നുപോയി. മരക്കുരിശിലേക്ക് കൈകാലുകൾ ചേർത്ത് വെച്ച് അണിയടിച്ചപ്പോൾ എത്രമാത്രം അവിടുന്ന് വേദനിച്ചു. നമുക്ക് വേണ്ടിയാണല്ലോ, നമ്മുടെ പാപങ്ങൾ പരിഹാരത്തിന് വേണ്ടിയാണ്, നമ്മൾ വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ്. സഹനങ്ങളിലൂടെ കടന്നുപോയാണ് ഈശോ നമ്മൾ വീണ്ടെടുത്തത്. ഈശോ സഹനങ്ങളിലൂടെ കടന്നുപോയതിലൂടെയാണല്ലോ കുരിശ് നമുക്ക് രക്ഷയുടെ അടയാളമായി തീർന്നത്. പ്രിയമുള്ളവരെ, തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തും, നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളും ക്ലേശങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഭഗ്നാശരാകരുത്. നമ്മൾ ഒരു തെറ്റും ചെയ്യാത്തപ്പോൾ നമുക്ക് സഹിക്കേണ്ടി വരുമ്പോൾ, ക്രിസ്ത്യാനി എന്ന നിലയിൽ സഹിക്കേണ്ടി വരുമ്പോൾ നിങ്ങൾ മഹത്വീകൃതരാകുകയാണ് പത്രോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ 18 മുതൽ 20 വായിക്കുമ്പോൾ ഈശോ പറയാണ്, എന്റെ നാമം നിങ്ങൾ വഹിക്കുന്നതുകൊണ്ട് നിങ്ങൾ സർവ്വരാലും ദ്വേഷിക്കപ്പെടും, സഹനങ്ങളിലൂടെ കടന്നു പോകുമെന്ന് പറയുകയാണ്. ഈ ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ സഹനങ്ങളിലൂടെ അവിടെ നമ്മൾ വീണ്ടെടുത്ത കാര്യം ഓർമ്മപ്പെടുത്തുന്നു. പത്രോസ് എഴുതിയ ലേഖനം, 1-ാം ലേഖനം 2-ാം അധ്യായത്തിലെ 24-ാമത്തെ വചനത്തിലെ പത്രോസ് നമ്മളോട് പറയാണ്, പാപികളായ നമ്മളെ വീണ്ടെടുക്കുവാൻ വേണ്ടി അവൻ തന്റെ രക്തം ചിന്തിയുണ്ടായി. അവന്റെ മുറിവിനാലാണ് നമ്മൾ സൗഖ്യം പ്രാപിച്ചത്. ഈശോയുടെ സഹനത്തിലൂടെ, ഈശോയുടെ മുറിവുകളിലൂടെ, ഈശോയുടെ മരണത്തിലൂടെയാണ് നമുക്ക് രക്ഷ കിട്ടിയത്. നമ്മൾ വീണ്ടെടുക്കുവാൻ വേണ്ടി വന്ന അവിടുന്ന് തന്റെ ജീവൻ അർപ്പിച്ച് തന്റെ സഹനത്തിലൂടെ നമ്മൾ വീണ്ടെടുത്തു. നമുക്ക് തമ്പുരാനെ ആരാധിക്കാം. കുരിശിനാലെ ലോകമൊന്നായി വീണ്ടെടുത്തവനെ താണു ഞങ്ങൾ വണങ്ങുന്നു ദിവ്യപാദങ്ങൾ. കുരിശിനെ നമുക്ക് നമിക്കാം, ആരാധിക്കാം. കുരിശിലൂടെ രക്ഷ നേടിയെടുത്തതിനെ ഓർത്തുകൊണ്ട് സഹനത്തിലൂടെ, സ്നേഹത്തിലൂടെ നമ്മൾ വീണ്ടെടുത്ത ഈശോയുടെ ചിത്രമാണ് ദുഃഖവെള്ളിയാഴ്ച നമുക്ക് നൽകുന്നത്. ഈ ഈശോയോട് ഓർത്ത് നമുക്ക് പറയാം, ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, സഹനങ്ങൾ വരുമ്പോൾ ഞങ്ങൾ വിഷമിക്കാതെ
അതൊക്കെ അങ്ങ് തന്ന് കാണിച്ചു തന്ന മാതൃകളിലൂടെ ഉൾക്കൊണ്ട് മുന്നേറുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ ആരാ എനിക്ക് എതിര് നിൽക്കുക? സങ്കീർത്തകൻ പറയുന്നു. എബ്രായ ലേഖനം ഓർമ്മപ്പെടുത്തിയാണ്. പ്രിയമുള്ളവരെ, ഈ ദിവസം നമുക്ക് കർത്താവിന് നന്ദി, പിതാവായ ദൈവത്തിന് നന്ദി പറയാം. തന്റെ ഏകജാതി നമുക്ക് നൽകിയതിനോർത്ത് പുത്രനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. തന്റെ സ്നേഹത്തിലൂടെയും തന്റെ സഹനത്തിലൂടെയും മരണത്തിലൂടെയും നമ്മൾ വീണ്ടെടുത്തതിനെ ഓർത്ത് മറ്റുള്ളവരെ സ്നേഹിച്ചും നമ്മുടെ ജീവിതത്തിൽ അനുഭവപ്പെടുന്ന കൊച്ചു കൊച്ചു സഹനങ്ങൾ സ്വീകരിച്ചും ദൈവത്തിന് സമർപ്പിച്ചും നമ്മളെ തന്നെയും ദൈവത്തിന് മനുഷ്യർക്ക് സമർപ്പിച്ച് ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതവും ധന്യമായി തീരാം. അതിനുള്ള കൃപയും ശക്തിയും ക്രൂശിതനായ കർത്താവ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നല്ല ദുഃഖവെള്ളിയാഴ്ച ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒപ്പം അടുത്ത ദിവസങ്ങൾ വരാനിരിക്കുന്ന ഈസ്റ്ററിന്റെ മംഗളം കൂടി നേർന്നുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ.